السلام عليكم ورحمة الله وبركاته. صحيح البخاري ومسلم മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം വിശദമായി ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി സഈദ് സുബൈർ തുൽഹ വഅബി ഉബൈദ വബിൻ ഔഫ് ആശിർ കറമി സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ 10 സ്വഹാബികളിൽ ഒരാളാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. മുസ്ലിം ബുർദയുടെ അവസാന ഭാഗം തർദിയത്തും സ്വലാത്തും ഒക്കെ ചൊല്ലുന്ന ആ ഒരു ഭാഗം എടുത്തു നോക്കിയാൽ സഅദ് എന്ന് പറയുന്നത് സഅദ് ബിൻ അബി വഖാസ്. ഒരുപാട് സഅദ്മാരുണ്ട്. സഅദ് ബിൻ ഉബാദയും റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ മുആദും റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഔസ് ഖസറജിന്റെ മഹാന്മാരായ നേതാക്കന്മാരാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ലഹു അമ്മുൻ കഅമ്മി, എനിക്കൊരു അമ്മാവനുണ്ട്, എന്റെ അമ്മാവനെ പോലെ ആർക്കാണ് ഒരു അമ്മാവനുള്ളത് എന്ന് നബി തങ്ങൾ ചോദിച്ചത് ഈ സഅദ് നബിയെ കുറിച്ചാണ്. അതാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. സ്വഹാബികളുടെ പേരിൽ റളിയല്ലാഹു അൻഹു നമ്മൾ ചെല്ലുന്നില്ലേ? അവരുമായി നമ്മുടെ അമലുകൾ നാമും അവരും കർമ്മവുമായി ഈമാനുമായി അവരിലേക്ക് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അവർ കൈമാറി തന്നതാണ് നമ്മൾ ഇന്ന് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെയൊക്കെ ഒരു പ്രതിഫലത്തിന്റെ ഒരു അംശം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ എല്ലാ സ്വഹാബികളുടെയും അമലിന്റെ കൂലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിന്റെ മുഴുവൻ അമലുകളും അതിലൊരു ഓഹരി ആർക്കുണ്ട്? നബി തങ്ങൾക്കുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് അല്ലാഹു ഈ ദീനിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു കടപ്പാടിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അൽഹംദുലില്ലാഹ്. സഅദ് റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് നിയോഗിക്കപ്പെട്ട ഗവർണറായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം. സഅദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് വന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ. കംപ്ലൈന്റ് ഒരു ബേസ്ലെസ് കംപ്ലൈന്റ് എന്ന് പറയാം. ചില ആരോപണങ്ങൾക്ക് അടിസ്ഥാനം ഉണ്ടാവില്ല, വെറുതെ അങ്ങ് പറയും. കാരണം ഉള്ളിലേക്ക് അന്വേഷിച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സഅദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവർ പറഞ്ഞത് ലാ യുഹ്സിനു യുസല്ലി, സാധാരണവർക്ക് മര്യാദ നിസ്കരിക്കാൻ പോലും അറിയില്ല. ആരെ പറ്റി പറയുന്നത്? സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്വഹാബിയെ കുറിച്ച് കൂഫയിലെ ചില ആളുകൾ, അവിടുത്തെ ഒരു തറവാടുകാരുടെ ബനു അനസ് എന്ന് പറയുന്നത്, ബനു അനസ്കാരിൽപ്പെട്ട ഒരാൾ, അയാളാണ് ഈ കംപ്ലൈന്റ് പറഞ്ഞത്. മര്യാദ നിസ്കരിക്കാൻ പോലും അറിയില്ല. ഒരു സ്വഹാബിയെ പറ്റി അത് നബി തങ്ങൾ എന്റെ അമ്മാവനാണ് എന്ന് അഭിമാനം പറഞ്ഞ പോരാ, സ്വർഗത്തിലേക്ക് പോകുമെന്ന് തങ്ങൾ പറഞ്ഞ 10 അശറത്തുൽ മുബശ്ശരീൻ അതിൽപ്പെട്ട ഒരു സ്വഹാബിയെ കുറിച്ചായി പറയണം. നമ്മളാരെങ്കിലും കുറിച്ച് വല്ല കംപ്ലൈന്റ് പറഞ്ഞാൽ അതിലൊന്നും ഒരു പരാതിപ്പെടേണ്ട കാര്യമില്ല, അല്ലേ? നമ്മളൊക്കെ മണ്ണിനോളം അതിലേറെ താഴെയാണ്. സ്വഹാബിമാരിൽ മഹാന്മാരായവരെ സംബന്ധിച്ച് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞപ്പോ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു വരുത്തി. യാ അബാ ഇസ്ഹാഖ് ലഖദ് ശക്കൗക ഫീ കുല്ലി ശൈഇൻ ഹത്താ ഖാലൂ ലാ യുഹ്സിനു യുസല്ലി. സഅദേ, നിങ്ങളെക്കുറിച്ച് ഒരുപാട് പരാതികൾ, ആ പരാതിയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ശരിക്കും നിസ്കരിക്കാൻ പോലും അറിയില്ല എന്ന് ആളുകൾ പരാതിപ്പെട്ടല്ലോ എന്ന് സഅദ് അവരോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സഅദ് എന്ത് ചെയ്യും? ആരോപണങ്ങളെ നിഷേധിക്കണം, ഇല്ലാത്തതല്ലേ. അമാ വല്ലാഹി യാ അമീറൽ മുഅ്മിനീൻ ഇന്നി ലാ ആലു അൻ നുസല്ലി ബിഹിം കമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ബിനാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ മദീന പള്ളിയിൽ നമ്മൾ നിസ്കരിച്ചത് ഓർമ്മയുണ്ടോ അമീറുൽ മുഅ്മിനീൻ? എങ്ങനെയാണോ അല്ലാഹുവിന്റെ റസൂൽ നമ്മൾ നിസ്കരിക്കാൻ പഠിപ്പിച്ചത്, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണേ എന്നവിടുന്ന് പറയുമായിരുന്നില്ലേ? ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത് എങ്ങനെയോ അങ്ങനെ തന്നെയാണ് ഞാൻ നിസ്കരിക്കുന്നത് അമീറുൽ മുഅ്മിനീൻ. പിന്നെ എന്തുകൊണ്ട് അവർ എന്നെ പറ്റി ഇത് പറഞ്ഞു എന്നെനിക്കറിയില്ല. അമീറുൽ മുഅ്മിനീൻ هو الظن بك هذا هو الظن بك يا أبا إسحاق. أبو إسحاق سعد بن أبي وقاص എന്നവരെ
ഇത് നിങ്ങളെ കുറിച്ചുള്ള അവരുടെ ചില തെറ്റിദ്ധാരണകളാണ് എന്ന് എനിക്കറിയാം. ആര് പറഞ്ഞു? പക്ഷെ ഒരു പരാതി വന്ന സ്ഥിതിക്ക് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അത് അന്വേഷിക്കണല്ലോ, പൊതുജനങ്ങളിൽ നിന്ന് വന്ന ഒരു കംപ്ലൈന്റ് ആണ്. ആ പരാതിയെ കേട്ടില്ല എന്ന് നടിക്കാനും പറ്റില്ല. ഇത് ഇസ്ലാമിക ലോകമാണ്. പുണ്യനിബിധങ്ങൾ എന്താണോ ലോകത്തിന് ധർമ്മമായി പഠിപ്പിച്ചത് അത് പിൻതലമുറക്ക് കൈമാറിയിരുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിലാണ് പരാതി എത്തിയത്. അപ്പോൾ അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ലജ്ന രൂപീകരിച്ചു. ഒരു സംഘം ആളുകളാണ്. അവർ ചെന്ന് ചോദിച്ചത് കൂഫയിലെ മുതിർന്ന ആളുകളോടോ പ്രശസ്തരോടോ കാര്യപ്പെട്ട ആളുകളോടോ ഒന്നുമല്ല. അവർ നേരെ പോയത് കൂഫയിലെ പള്ളികളിലേക്കാണ്, അങ്ങാടികളിലേക്കാണ്. അവിടെയാണ് പാവപ്പെട്ട ആളുകൾ ഉണ്ടാവുക, അവിടെയാണ് സാധാരണക്കാർ വന്നു പോകുന്നത്. അവിടെ ചെന്ന് ചോദിക്കാൻ തീരുമാനിച്ചു ഈ സംഘം ആളുകൾ. സഅദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മാ തഖൂലൂന ഫീ അമീരികും സഅദ് ഇബ്നു അബീ വഖാസ്, നിങ്ങളുടെ ഗവർണറായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാവരും പറഞ്ഞു നല്ല മനുഷ്യനാണ്, സ്വാലിഹായ അമലാണ്, നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മഹാനാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച സ്വഹാബികളിൽ നിന്ന് ഞങ്ങൾക്ക് ദീൻ പഠിക്കാൻ സാധിച്ച ഏറ്റവും വലിയ ഗുരുവാണ് സഅദ് എന്നവർ. എല്ലാവർക്കും ഒരേ അഭിപ്രായം. അങ്ങനെയാണ് ഹത്താ വസലു ഇലാ മസാജിദ് ബനി അബസ്, ബനു അബസ് ഗോത്രക്കാരുടെ പള്ളിയിലേക്ക് എത്തിയപ്പോൾ അവരോടും ചോദിച്ചു ഈ സംഘം സഅദ് എന്നവരെ കുറിച്ച് ഇതേ ചോദ്യം. അതിൽപ്പെട്ട ഒരാൾ, അയാളുടെ പേര് ഉസാമ ഇബ്നു ഖതാദ എന്നാണ്. ഉസാമ ഇബ്നു ഖതാദ എന്ന് പറഞ്ഞു, അമായിദ സഅൽതന, ഞങ്ങളോട് ചോദിച്ചത് കൊണ്ട് പറയട്ടെ, ഫഇന്ന അമീറനാ സഅദ് ഇബ്നു അബീ വഖാസ് ലാ യഅദിലു ഫിൽ ഖദിയ്യ വലാ യഹ്കുമു ബിസ്സബിയ്യ വലാ യസീറു ബിസ്സരിയ്യ. ചോദിച്ചത് കൊണ്ട് പറയാണ് സഅദ് എന്നവരെ ലാ യഹ്കുമു ഫിൽ ഖദിയ്യ, നീതിയുക്തമായി ഭരണം നടത്താൻ, നീതിയുക്തമായി വിധി പറയാൻ സഅദ് എന്നവർക്ക് കഴിയുന്നില്ല, നീതി ചെയ്യുന്നില്ല. വലാ യഹ്കുമു ബിസ്സബിയ്യ, ജനങ്ങളെ ഒന്നാകെ ഒരേപോലെ കാണാനും സഅദ് എന്നവർക്ക് കഴിയുന്നില്ല. വലാ യസീറു ബിസ്സരിയ്യ, മഹാനവറുകൾക്ക് യുദ്ധത്തിന് പോകാനുള്ള ധൈര്യം പോലുമില്ല, ധീരതയില്ല, ഭീരുവാണ് എന്നിവരെ ആരോപിച്ചു. ഇത് വലിയൊരു ആരോപണമാണ്. ഈ ആരോപണം സഅദ് റളിയല്ലാഹു അൻഹു കൂഫയുടെ ഗവർണറായിരിക്കുന്ന സമയമാണ്. ഉസാമ ഇബ്നു ഖതാദയാണ് പറഞ്ഞത്. സഅദ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത ദേഷ്യം വന്നുവല്ലോ. ചരിത്രം നമ്മൾ കേട്ടതാണ്. اللهم إن كان هذا قام رياء وسمعة وكذبا, പടച്ചവനെ ഈ മനുഷ്യൻ നുണയാണ് പറയുന്നതെങ്കിൽ, ഈ മനുഷ്യൻ പറയുന്നത് ആളുകളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി പറയുകയാണെങ്കിൽ, നുണയാണ് എന്നെ പറ്റി പറയുന്നതെങ്കിൽ, ഫഇന്നി അസ്അലുക തലാഖ, മൂന്ന് കാര്യങ്ങൾ അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ അത്ഇ ഉമറഹു, ഒരുപാട് ആയുസ്സ് കൊടുക്കണമേ ഇയാൾക്ക്, ഒരുപാട് ആയുസ്സ് കൊടുക്കണം. അത് മാത്രമോ ദാരിദ്ര്യം ഒരുപാട് കൊടുക്കണേ. കടുത്ത പരീക്ഷണങ്ങൾക്ക് ഇയാൾ നീ വിധേയമാക്കണമേ അല്ലാഹ്. ഇയാൾ പറയുന്നത് നുണയാണെങ്കിൽ, ഒരാരോപണം വന്നപ്പോ സഅദ് റളിയല്ലാഹു അൻഹുവിനെ മഹാനവറുകളുടെ നിരപരാധിത്വം തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്. അത് തെളിയിക്കുകയും മഹാനവറുകൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൈനീട്ടി ദുആ ചെയ്യുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു കാന മുസ്തജാബ ദഅവ, പ്രാർത്ഥനയ്ക്ക് ദുആഇന് ഉത്തരമുള്ള മഹാനാണ് സഅദ് എന്നവർ റളിയല്ലാഹു അൻഹു. اللهم أطل عمره وأطل فقره وعجله للفتن. ഒരുപാട് ആയുസ് കൊടുക്കറപ്പേ, പെട്ടെന്ന് ആളെ മരിപ്പിക്കല്ലേ. പിന്നെ പറഞ്ഞു നല്ല ദാരിദ്ര്യവും കൊടുക്കുക.
ഇയാൾ നുണയാണ് പറഞ്ഞതെങ്കിൽ, എന്നെ പറ്റി പറഞ്ഞ ആരോപണം ശരിയല്ലെങ്കിൽ, അതുമാത്രമല്ല ഈ മനുഷ്യനെ ഫിത്നകൾക്ക് വിഷയിപ്പിക്കണം, ഇയാൾക്ക് കടുത്ത പരീക്ഷണങ്ങൾ കൊടുക്കണമേ. ഹദീസിന്റെ റിവായത്ത് ചെയ്യുന്ന സ്വഹാബി പറയാണ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഈ മനുഷ്യനെ ഉസാമ ഇബ്നു ഖതാദ എന്ന മനുഷ്യനെ ഒരുപാട് പ്രായമായ അവസ്ഥയിൽ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് അമിയ, പ്രായം കൂടിയിട്ട് കണ്ണിന്റെ കാഴ്ചയൊക്കെ പോയിട്ടുണ്ട്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അങ്ങാടികളിൽ പെൺകുട്ടികളെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോ ആ പെൺകുട്ടികളോട് കമന്റടിക്കുന്ന വിധം ഈ പ്രായമായ കണ്ണുപോലും കൺപോളകൾ കണ്ണിലേക്ക് വീണിരിക്കുമാർ പ്രായമായ വൃദ്ധനായ ഈ മനുഷ്യൻ പെൺകുട്ടികളോട് ഇങ്ങനെ വൈകാരികമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് കേൾക്കുന്നു. ആളുകളൊക്കെ പറയുന്ന മനുഷ്യൻ പ്രായമില്ലേ, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, ഇപ്പോഴും നിങ്ങൾക്ക് നിർത്താനായില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഈ മനുഷ്യൻ പറയുമത്രേ, ആ മനുഷ്യൻ പറയും, ശൈഖുൻ കബീർ മഫ്തൂൻ അസ്വാബതുഹു ദഅവതു സഅദ്, ഞാനൊരു വൃദ്ധനായ മനുഷ്യനാണ്, റജുലുൻ ശൈഖുൻ കബീർ മഫ്തൂൻ, ഫിത്നയാക്കപ്പെട്ട ആളാണ്, പരീക്ഷണങ്ങൾക്ക് വിധേയനായ ആളാണ്. അയാൾക്ക് അല്ലാഹു നൽകിയ പരീക്ഷണം ഇതായിരുന്നു, പെൺകുട്ടികളെ കണ്ടാൽ എന്തെങ്കിലും പറയും. അപ്പൊ ഈ 100 വയസ്സ് കഴിഞ്ഞ ഈ മനുഷ്യൻ എന്തിനു ചെയ്യുന്നു? അദ്ദേഹം പറയാൻ എന്നോട് പറ്റുന്നില്ല, ഞാൻ അറിയാതെ എന്നിൽ നിന്ന് വന്നു പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, ന്റെ പ്രാർത്ഥനയാണ് എനിക്ക് സംഭവിച്ചത്, ആ പ്രാർത്ഥനയുടെ ഉത്തരമാണിത്. ആ ദുആയിൽ മഹാൻ പറഞ്ഞത്, അല്ലാഹുമ്മ അജ്ലിഹു ലിൽ ഫിതൻ, ഫിത്നകൾക്ക് പാത്രീഭൂതനാക്കണേ. വൃദ്ധനായിരുന്ന സമയത്ത് പോലും വ്യഭിചാരത്തെ കുറിച്ച് ചിന്തിക്കുന്ന വിധം വാക്കുകൾ ഉപയോഗിക്കുന്നത് എത്ര വലിയ ഫിത്നയാണ്, എത്ര വലിയ പരീക്ഷണമാണ്. മഹാനവറുകൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്യാൻ കാരണം തന്നെ പറ്റി ഒരു ആരോപണം ഉന്നയിച്ചതാണ്. ആ ആരോപണം ശരിയല്ല എന്ന് സാധിക്കുന്നവർക്കറിയാം. എന്നാൽ അല്ലാഹുവിന്റെ മുമ്പിൽ കൈയുയർത്തുകയല്ലാതെ നിരപരാധികളായ ആളുകൾക്ക് മറ്റൊരു നിർവാഹവുമില്ലാത്ത സാഹചര്യങ്ങളില്ലേ? ഒരു കോടതി കയറാനോ കേസ് കൊടുക്കാനോ അതിന് പിന്നാലെ പോകാനോ അവരെ പറ്റില്ല. അവരവരുടെ മുസല്ലകളിൽ ഇരുന്നുകൊണ്ട് ദുആ ചെയ്യും, അല്ലാഹുവേ എന്നെ പറ്റി പറയുന്നത് നുണയാണെങ്കിൽ, പച്ചക്കള്ളമാണെങ്കിൽ, അല്ലാഹുവേ അവർക്ക് അർഹിക്കുന്ന ശിക്ഷ നീ കൊടുക്കണമേ എന്ന് ഒരു മുഅ്മിനായ ആണോ പെണ്ണോ ദുആ ചെയ്താൽ ആ പ്രാർത്ഥനയുടെ ഫലം നമ്മുടെ ജീവിതങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങളോട് ചെയ്യരുത്, പാടില്ല എന്ന് പറഞ്ഞ വിഷയമാണ് ഒരാളുടെ ന്യൂനത പറയാതിരിക്കുന്നത്. നമ്മുടെ വിഷയം നിരൂപണമാണ്. നിരൂപണം എന്തുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ്. നിരൂപണങ്ങളിൽ ആരോപണങ്ങൾ വരാം, നിരൂപണങ്ങളിൽ ഗുണകാംക്ഷങ്ങൾ നസ്വിഹത്ത് വരാം. ഗുണകാംക്ഷ ഒരിക്കലും ഒരാളെ ഗുണം കാക്ഷിക്കുന്നത് ഗീബത്ത് പറയലാമരുത്, ഒരാളുടെ കുറ്റം പറയലാമരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങൾ ആരും പരസ്പരം ഒരാളെയും അവരുടെ അഭാവത്തിൽ അവരെ കുറിച്ച് മോശമായത് പറയരുതേ. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൽ ഗീബ, നബിയേ എന്താണ് ബാക്ക് ബൈറ്റിംഗ്, എന്താണ് ഗീബത്ത്, എന്താണ് സ്ലാൻഡറിംഗ്, എന്താണ് പരദൂഷണം പറയാൻ, എന്താണ് ഒരാളെ പറ്റി പറയുക, ഗീബത്ത് പറയാതെ പറയുക നബിയേ, അതെന്താണ്? ദിക്റുക അഖാക ബിമാ യക്റഹ്, പിന്നെ നിങ്ങളുടെ ഒരു സഹോദരിയെ കുറിച്ച്, ഒരാണിനെ കുറിച്ച്, ഒരു പെണ്ണിനെ കുറിച്ച്, ആണുങ്ങളെ നിങ്ങൾ ഒരാണിനെ കുറിച്ചോ ഒരു പെണ്ണിനെ കുറിച്ചോ അവര് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് അവരെ കുറിച്ച് പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയാം. അതാണ് ഗീബത്ത്. അത് കേട്ടാൽ അവർ ഇഷ്ടപ്പെടുമോ? ഇല്ല. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂൽ, ഞാൻ പറയുന്ന തെറ്റ് അയാൾ ചെയ്തതാണെങ്കിലോ? ചോദ്യം വന്നു. ശരി, ഒരാൾ ചെയ്ത തെറ്റ് തന്നെ അയാളെ പറ്റി പറയപ്പെടുന്നത് ഇഷ്ടപ്പെടില്ല.
അയാൾ ചെയ്തതാണ് പറയുന്നതെങ്കിലോ അവള് ചെയ്ത കുറ്റമാണ് പറയുന്നതെങ്കിലോ കുഴപ്പമുണ്ടോ? നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? അതുള്ളതല്ലേ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നത്. ഉള്ളത് പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് ശറഅ പറഞ്ഞു തരണം. എന്താണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത്? ഉള്ള ഒരു മോശപ്പെട്ടതാണ് നിങ്ങൾ മറ്റൊരാളോട് പറയുന്നതെങ്കിൽ അതിന്റെ പേരാണ് ഗീബത്ത്. ഗീബത്തിന്റെ വിഷയം നിങ്ങളുടെ നന്മ ആരെ പറ്റിയാണോ നിങ്ങൾ കുറ്റം പറയുന്നത് ആ മനുഷ്യൻ നീങ്ങിപ്പോകും, അക്കൗണ്ട് കാര്യമാവുന്നത് അറിയില്ല. അതാണ് ഗീബത്തിന്റെ വിഷയം. ഇനി നിങ്ങൾ ആരോപിക്കുന്ന വിഷയം ആ മനുഷ്യനിൽ ഇല്ലെങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് ബുഹ്താൻ പറഞ്ഞു, പച്ചക്കള്ളം ഉണ്ടാക്കി പറഞ്ഞു എന്ന ഗുരുതരമായ തെറ്റാണ് അപ്പൊ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഒരാളിൽ ഒരു കുഴപ്പമുണ്ടെങ്കിൽ ആ ആളോട് നേരിട്ട് സ്വകാര്യമായി ഈ വിഷയം ഉണർത്തുക. അതാണ് ഗുണകാംക്ഷ എന്ന് പറഞ്ഞത്. പത്രത്തിൽ കൊടുക്കലോ വാട്സപ്പ് കൊടുക്കലോ ഫേസ്ബുക്കിൽ കൊടുക്കലോ പരസ്യപ്പെടുത്തലോ അല്ല, ഗുരുതരമായ തെറ്റാണ് ഇത്. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്, ജനാധിപത്യ രാജ്യം, ഒക്കെ ശരിയാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ വിധി എന്താണെന്ന് മനസ്സിലാക്കണം. നമുക്കത് പറയാൻ പറ്റില്ല, നമുക്ക് ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് ചെയ്യണം. ഒരാളെ പറ്റിയും ഉള്ളത് പോലും മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പാടില്ല. നിങ്ങൾ അയാളിൽ ഒരു നന്മ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒഴികെ നിങ്ങൾ ഈ ചെയ്യുന്നത് ഒരാളെ നിങ്ങൾ അറിയിച്ചു, ആ മനുഷ്യനിലൂടെ ഇയാൾക്ക് ഒരു നസീഹത്ത് ലഭിക്കുമെങ്കിലൊക്കെ, അതല്ലെങ്കിൽ പറയാൻ പാടില്ല. നിങ്ങൾ ഉള്ളതാണ് പറയുന്നതെങ്കിൽ അതിന്റെ പേരാണ് ഗീബത്ത്, അതാ പാടില്ല എന്ന് പറഞ്ഞത്. ഇല്ലാത്തതാണ് പറയുന്നതെങ്കിൽ അതിന്റെ പേര് ബുഹ്താൻ. ബുഹ്താനും വഇത്മൻ കബീറ, വലിയ കുറ്റം, വലിയ പച്ച നുണയാണ് ഒരാളെ പറ്റി ഉണ്ടാക്കി പറയുന്നത്. അത് ഗീബത്തിനേക്കാളും ഗുരുതരമാണ്. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് ഗീബത്ത് പറയുന്നത് വൻപാപങ്ങളിൽപ്പെട്ട പാപമാണെന്ന് ഉലമാഇന്റെ അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. വൻപാപങ്ങളിൽപ്പെട്ടതാണ് അത്ര ഗീബത്ത് പറയാൻ. നമ്മൾ ആരെങ്കിലും അത്തരം വിഷയങ്ങൾ പറയാൻ ചിന്തിക്കാറുണ്ടോ? അതുകൊണ്ട് നിരൂപണം എന്ന് പറയുമ്പോൾ രണ്ട് നിലക്ക് വരും. ഒരാളുടെ കുറ്റം കുറവും പറയാ, ഒരാളെ ഇകഴ്ത്താൻ വേണ്ടി, അത് നിരൂപണമല്ല, അത് തെറ്റാണ്. നിരൂപണം എന്നത് ഒരു മനുഷ്യനെ തെറ്റ് തിരുത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കലാണ്. ഇമാം ശാഫിഈയുടെ വളരെ മനോഹരമായ കവിതയുണ്ട്. എനിക്ക് നിങ്ങൾ ഉപദേശം നൽകണമെന്നുണ്ടെങ്കിൽ എന്നോട് ഒറ്റയ്ക്ക് വന്ന് പറയും. പരസ്യമായി തെറ്റ് ചെയ്യുന്ന ഒരാളാണ്, അത് പരസ്യമായി ചെയ്യുന്ന ആളാണ്. ആ ആളുകളോട് പരസ്യമായി ഉപദേശിക്കണം. പക്ഷെ രഹസ്യമായി ഒരു തെറ്റ് ചെയ്തൊരു മനുഷ്യനോട് പരസ്യമായി ഉപദേശിക്കാൻ പാടില്ല. ഒരു മനുഷ്യന്റെ ഡിഗ്നിറ്റി, ഒരാളുടെ ഇസ്സത്ത്, ഒരു മനുഷ്യന്റെ അഭിമാനം, ഇത് കഅബാലയത്തിനേക്കാളും വലുതാണ് അല്ലാഹുവിന്റെ അടുത്ത്. ഇത് ശരിക്കും മനസ്സിലാക്കണം. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത് നിരൂപണമായിരുന്നില്ല. സഅദ് എന്നവരെ കുറിച്ച് പറഞ്ഞത് ആക്ഷേപമായിരുന്നു. ആക്ഷേപം മുൽമാണ്. ഇൻ യാ ഇബാദി ഇന്നി ഹറംതു الظلم على نفسي وجعلته بينكم محرما فلا تظالموا. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് പറയുന്നത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം മുസ്ലിം സ്വഹീഹിൽ കൊണ്ടുവന്നു. റളിയല്ലാഹു അൻഹു, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നി ഹറംതു الظلم على نفسي, ഞാൻ ആരോടും അന്യായം ചെയ്യുന്നവനല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരോടും അന്യായം ചെയ്യുന്നവനല്ല, അനീതി ചെയ്യുന്നവനല്ല, ആരെയും അവരർഹിക്കാത്തത് അവരെ ശിക്ഷിക്കുന്നവനല്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള ദുരാരോപണങ്ങൾ നിങ്ങളും ചെയ്യരുത്, ഒരാളെയും നിങ്ങൾ ദുൽമ ചെയ്യരുത് എന്ന് നിങ്ങളെയും ഞാൻ ഉപദേശിക്കുകയാണ്. നിങ്ങൾ ആരോടും ഒരാളുടെ അഭിമാനം ഹനിക്കുന്ന പണി ചെയ്യരുതേ. അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. ഏതൊരു മതത്തിനും ഒരു സ്വഭാവമുണ്ട്.
ഏതൊരു മതത്തിലും ചില മതങ്ങളുടെ സ്വഭാവം അഹിംസയാണ്, ചില മതങ്ങളുടേത് മെഡിറ്റേഷനാണ്, ചില മതങ്ങളുടേത് കരുണയാണ്. ഇസ്ലാമിന്റെ സ്വഭാവം എന്താണെന്നറിയോ? ഇസ്ലാം എന്ന ദീനിന്റെ ഏറ്റവും പ്രകടമായ സ്വഭാവം എല്ലാവർക്കും നല്ലത് വരണം എന്ന് ഗുണം കാക്ഷിക്കലാണ്. എല്ലാവർക്കും നല്ലത് വരണം, എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും നന്നാവണം, എല്ലാവരും നല്ലവരാകണം, എല്ലാവരും സ്വർഗത്തിലേക്ക് പോകണം. ഇതാഗ്രഹിക്കലാണ് ഇസ്ലാം. അത് നമ്മുടെ കൽപ്പിലല്ലെങ്കിൽ ഇസ്ലാം നമ്മുടെ കയ്യിലുണ്ടാവുക. എല്ലാവരും നന്നാവണം എന്നല്ലാതെ അങ്ങനെ കുറ്റം കിട്ടു പോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ നശിച്ചു പോകട്ടെ, അവരങ്ങ് നരകത്തിലേക്ക് ആവട്ടെ, ഇങ്ങനെ ഒരു മുസ്ലിമിന് ചിന്തിക്കാൻ കഴിയില്ല, പാടില്ല. ദീൻ എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. സ്വഹാബികൾ പറയട്ടെ, ഞങ്ങൾ ചോദിച്ചു നബിയേ, ആർക്കൊക്കെയാണ് ഞങ്ങൾ ഗുണം കാംക്ഷിക്കേണ്ടത്? ഖാല ലില്ലാഹി വലിറസൂലിഹി വലിഅഇമ്മത്തിൽ മുസ്ലിമീന വആമ്മതിഹിം. ലില്ലാഹി വലിറസൂലിഹി വലികിതാബിഹി. ശുദ്ധ ഖുർആനിന്റെ ഗുണം കാംക്ഷിക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഗുണം കാംക്ഷിക്കണം, അല്ലാഹുവിന്റെ ഗുണം കാംക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിനെ സംബന്ധിച്ച് നല്ലതേ പറയാവൂ, നല്ലതേ ചിന്തിക്കാവൂ. തെറ്റിദ്ധാരണകൾ വരുമ്പോ തിരുത്തി കൊടുക്കണം. അല്ലാഹുവിന്റെ കലാമിനെ കുറിച്ച്, വിശുദ്ധ ഖുർആനെ കുറിച്ച് ആരോപണങ്ങൾ വരുമ്പോ ആ ആരോപണങ്ങൾ തിരുത്തി കൊടുക്കണം. ഖുർആനിന് വേണ്ടി നിങ്ങൾ നല്ലത് വിചാരിക്കണം. മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികൾ, ഉത്തരവാദിത്വമുള്ള ആളുകൾ, അവർക്ക് നന്മയാണ് നിങ്ങൾ കാക്ഷിക്കേണ്ടത്. മുസ്ലിമീങ്ങളുടെ പൊതുസമൂഹം, സാധാരണക്കാർ, കൂലിപ്പണി ചെയ്യുന്നവർ, സാധാ ജോലി ചെയ്ത് ജീവിക്കുന്നവർ, വിദ്യാഭ്യാസമുള്ളവർ, ഇല്ലാത്തവർ, കച്ചവടക്കാർ, കടലിൽ പോയി പണിയെടുക്കുന്നവര്, കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ജീവിതത്തിന്റെ രണ്ടക്ഷങ്ങൾ കൂട്ടുമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന സാധാരണക്കാർ, ഇവർക്കൊക്കെ നല്ലത് വരണം, എല്ലാവരും രക്ഷപ്പെടണം എന്ന് ചിന്തിക്കണം. കച്ചവടക്കാർ, നിങ്ങളുടെ തൊട്ടടുത്തൊരു കച്ചവട സ്ഥാപനം വരുമ്പോ അവൻ പൊളിഞ്ഞു പോട്ടെ അങ്ങനെയല്ല വിചാരിക്കുന്നത്. അവനും എനിക്കും റിസ്ക് തരുന്നത് അല്ലാഹുവാണ്. എന്റെ റിസ്ക്കിൽ നിന്ന് എടുത്തിട്ടല്ല അവന് കൊടുക്കുന്നത്, അവന്റെ റിസ്കല്ല എനിക്ക് കിട്ടുന്നത്. എന്റെ കസ്റ്റമർ അയാളടുത്ത് പോകുന്നില്ല, അയാളുടെ കസ്റ്റമർ എന്റെ അടുത്ത് വരില്ല. രണ്ടുപേർക്കും അള്ളാഹു റിസ്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിന്റെ റിസ്ക്കാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ പിന്നെ പാര വെക്കൂല, അപ്പൊ പിന്നെ കൂടോത്രം ചെയ്യാൻ പോകൂല, അപ്പൊ പിന്നെ സിഹർ ചെയ്യാൻ ഓടൂല. എന്റെ റിസ്ക് തരുന്നത് അള്ളാഹുവാണ്. എന്റെ സഹോദരനാണ്, എന്റെ നാട്ടുകാരനാണ്, എന്റെ രാജ്യക്കാരനാണ്. അവൻ രക്ഷപ്പെടട്ടെ, ഞാനും രക്ഷപ്പെടട്ടെ. എനിക്ക് ഓർമ്മയുണ്ട്, ദുബൈയിലെങ്ങാനും ഒരു ഷോപ്പ് ഓപ്പണിംഗ് ചെന്നപ്പോഴേ തൊട്ടപ്പുറത്തൊരു അറബിയുടെ സ്ഥാപനമാണ്. അപ്പൊ തുറന്നത് നമ്മുടെ മലയാളികളാണ്. അവര് തുറന്നതും അയാളുടെ സ്ഥാപനവും ഒരേ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പൊ അയാൾ വന്നിട്ട് ഭയങ്കര ദുആ, അല്ലാഹു നല്ല ബർക്കത്ത് ചെയ്യട്ടെ, നല്ല റിസ്ക് തരട്ടെ, നല്ല കസ്റ്റമറോട് വരട്ടെ എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇയാൾ ആരാണ്? തൊട്ടടുത്ത കൂടിയൊക്കെയാണ്. അപ്പൊ നോക്കുമ്പോ ഇയാൾ ഇതേ കച്ചവടം ചെയ്യുന്ന ആളാണ്. ഞാൻ ചിന്തിച്ചു പോയി, റബ്ബേ, ഇത് ഒരു മുസ്ലിമിന്റെ അടയാളമാണ്. ഇങ്ങനെന്താ നമുക്ക് മലയാളികൾക്ക് ചിന്തിക്കാൻ പറ്റാത്തത്? നമ്മളപ്പോഴേക്കും പാരവെപ്പും പിടിപ്പിക്കലും പോലീസിലേൽപ്പിക്കലും കച്ചവടം അവർ കൂട്ടിപ്പോകാനുള്ള പണിയൊക്കെ ചെയ്യാൻ തുടങ്ങും അല്ലേ? നമ്മളൊരിക്കലും ഇത് ചെയ്യരുത്. ദീൻ നസീഹത്താണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. എല്ലാവർക്കും നല്ലത് വരണം എന്ന് ആലോചിക്കുമ്പോഴേ നമ്മൾ മുസ്ലിമാകുന്നു. കാരണം കഴിഞ്ഞാൽ ബാക്കിയൊക്കെ തീർന്നു എന്ന് വിചാരിക്കരുത്. الدين النصيحة ليس على الضعفاء ولا على المرضى ولا على الذين لا يجدون ما ينفقون حرج إذا نصحوا لله ورسوله. شد القرآن പറയട്ടെ, ليس على الضعفاء ولا على المرضى. ഇസ്ലാമിക ലോകത്ത് രാജ്യത്തിന് പ്രതിസന്ധി വരുമ്പോ, രാജ്യത്തിന്റെ ബോർഡറുകൾ കാക്കാൻ വേണ്ടി സൈന്യം പുറപ്പെടുമ്പോ പുരുഷന്മാർ മുഴുവൻ സൈന്യത്തിൽ പോകണമെന്നത് ശർഈന്റെ നിബന്ധനയാണ്. അന്ന് പട്ടാളക്കാരെന്ന് വേറൊരു സെഗ്രിഗേഷൻ ഇല്ല, പുരുഷന്മാർ മുഴുവൻ പോകേണ്ടി വരും. അവിടെ പോകാൻ കഴിയാത്ത ആളുകളുടെയും ദുർബലരായ യാത്ര ചെയ്യാൻ കഴിയാത്ത ആളുകൾ, രോഗികളായവർ,
കാശ് കയ്യിലില്ലാത്ത പാവപ്പെട്ടവര്, അവർക്ക് വരേണ്ടതില്ല ഹറജുൻ. പക്ഷെ അവരെന്ത് ചെയ്യണം? ഇദാ നസഹൂ ലില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനും അവന്റെ റസൂലിനും മനസ്സിനുള്ളിൽ ഗുണകാംക്ഷയുണ്ടെങ്കിൽ അവർ വീട്ടിൽ നിന്നാലും കുഴപ്പമില്ല. പക്ഷെ വീട്ടിൽ നിന്നിട്ട് പിന്നെ പുറത്തു കൊടുക്കരുത്. വീട്ടിൽ നിന്നിട്ട് പിന്നെ ഇസ്ലാമിന്റെ സൈന്യത്തിന്റെ രഹസ്യം പുറത്തു കൊടുക്കരുത്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന പണി ചെയ്യരുത്. ഇദാ നസഹൂ ലില്ലാഹി വറസൂലിഹി, അവരെന്ത് ചെയ്യണം? ഒന്നിനും കഴിയാത്ത ആളുകളാണ്, രോഗികളാണ്, ബെഡിൽ കിടക്കാണ്, കാശില്ല, യാത്ര ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല, സൈന്യത്തിന്റെ കൂടെ വരാൻ കഴിയില്ല. അവരെന്ത് ചെയ്യണം? അല്ലാഹുവിനും അവന്റെ റസൂലിനും ബെഡിൽ കിടക്കുന്ന രോഗികൾ പോലും ദീനിന് ഗുണം വരണം എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കണം. മൻ ഖാല ഹലകൻ നാസ് ഫഹുവ അഹ്ലകുഹും ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറയാണ്, ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ, എന്താ പറയുന്നത്? ഹലകൻ നാസ്, ജനങ്ങൾ മുഴുവൻ ഹലാക്കായിട്ടോ. 2024 പിറന്നോന്ന് പറഞ്ഞ കാര്യമില്ല. ഇനിയുള്ള കാലം പോക്കാണ്. എല്ലാവരും മോശക്കാരാണ്, നല്ല മനുഷ്യന്മാരെ കാണാനില്ല. കണ്ടില്ലേ, അവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ, ആ ന്യൂസ് കണ്ടില്ലേ, ഈ വാട്സപ്പ് ന്യൂസ് കേട്ടില്ലേ, ആ പത്രവാർത്ത കണ്ടില്ലേ, നാടൊക്കെ മോശമായി, എല്ലാവരും മോശമാണ്, ജനങ്ങളൊക്കെ നശിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ ഫഹുവ അഹ്ലകുഹും, ആ നശിച്ചവരിൽ ഏറ്റവും നശിച്ചവർ ഈ പറഞ്ഞ ആളാണ്. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ജനങ്ങൾ നശിച്ചു എന്ന് പറയാൻ പാടില്ല, കാലം പറ്റ തീർന്നു എന്ന് പറയരുത്. ഏത് പ്രതിസന്ധികൾക്കിടയിലും ഒരു പ്രതീക്ഷയുടെ നാമ്പ് അവിടെ ബാക്കിയുണ്ട്. നിങ്ങൾ പോസിറ്റീവ് വൈബുകളാണ് കൊടുക്കേണ്ടത്, ജനങ്ങളെ നിരാശപ്പെടുത്തരുത്. നാട് മുഴുവൻ മോശമാണ്, നാട്ടുകാർ മുഴുവൻ മോശക്കാരാണ്, നാട് ഒന്നിനും കൊള്ളൂല, ഇങ്ങനെയൊന്നും പറയരുത്. അങ്ങനെ പറയുകയാണെങ്കിൽ അതിലേറ്റവും കൊള്ളരുതാത്തവൻ ഇത് പറയുന്ന ആള് തന്നെയാണ്. ആര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളിൽ നന്മയുണ്ട്. ചില സ്വഭാവങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വന്നേക്കാം, പക്ഷെ ചില സ്വഭാവങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ കുടുംബങ്ങൾ പോലും അങ്ങനെയാണ്. പുണ്യനബി തങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരോട് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ലാ യഫറുഖു മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരു മുഅ്മിനായ പുരുഷനും ഒരു ഭർത്താവും തന്റെ ഭാര്യയെ വെറുത്തു പോകരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റദിയ മിൻഹാ ആഖർ, ഒരു സ്വഭാവം അവളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ എന്റെ വേറെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ. അപ്പൊ എല്ലാം ഇഷ്ടപ്പെടാത്തത് അങ്ങനെ ഒരു മനുഷ്യനുണ്ടാകില്ല. ഓരോ മനുഷ്യരിലെയും നന്മകൾ നോക്കേണമേ, അവരുടെ ഗുണങ്ങൾ നോക്കേണമേ. തിന്മകൾ മാത്രം നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കാൻ തുനിഞ്ഞാൽ ഒരു മനുഷ്യനെയും കൂട്ടുകാരനായി സുഹൃത്തായി കൊണ്ടു നടക്കാൻ ഈ ലോകത്ത് ഒരാളെയും കിട്ടില്ല, ഒരാളെയും കിട്ടില്ല. എല്ലാ മനുഷ്യർക്കും ന്യൂനതകളുണ്ട്. ന്യൂനതകൾ തിരുത്തപ്പെടാനുള്ളതാണ്. ന്യൂനതകൾ നമ്മളോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ ദേഷ്യപ്പെടരുത്. നമ്മുടെ ചർച്ചാ വിഷയം അതാണ്. നിരൂപണങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. നിരൂപണം ചെയ്യുന്നവർ ഗുണകാംക്ഷയാണ് ചെയ്യേണ്ടത്. ഗുണം കാക്ഷിച്ചേ പറയാവൂ, കുറ്റപ്പെടുത്തി വെറുത്ത് ശപിച്ചുകൊണ്ട് പറയരുത്. ഒന്നാവണം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെ ചെയ്താൽ ഇത് ഖൈറാണ്, ഇങ്ങനെ പോകുമ്പോൾ അത് ശർറാണ് എന്ന് പറഞ്ഞുകൊടുത്ത് സാരോപദേശം കൊടുക്കുന്ന ഒരു നിരൂപണം കിട്ടുമ്പോൾ മനസ്സുകൊണ്ട് വെറുപ്പ് കാണിക്കരുത്. നിങ്ങൾ പറയുന്നത് മുഴുവൻ തലയാട്ടി കേൾക്കുന്നവനല്ല നിങ്ങളുടെ സുഹൃത്ത്. നിങ്ങൾ പറയുന്ന എന്ത്, നിങ്ങൾ ചെയ്യുന്നത് എന്തിനും റെഡി, അങ്ങോട്ട് പോയില്ലേ റെഡി, ഇങ്ങനെ ചെയ്യല്ലേ റെഡി, എല്ലാറ്റിനും റെഡിയാണ്. അത് നല്ലതിനും ജീവിതത്തിനും ഒക്കെ റെഡിയാണ്. അങ്ങനത്തെ ആളല്ല നിങ്ങളുടെ സഹോദരൻ, പിന്നെയോ നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ. നിങ്ങളോട് സത്യസന്ധമായി പെരുമാറുന്ന ആള്, ഈ ചെയ്തത് സത്യമാണ്, ഇത് നല്ലതാണ്, ഇത് ശരിയാണ്, പക്ഷെ ഈ ചെയ്തത് ശരിയായിട്ടോ എന്ന് നിങ്ങളോട് മുഖത്തേക്ക് നോക്കി ഉള്ളതുപോലെ പറയുന്ന ആളാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത്. മറ്റേത് നാളെ പരലോകത്ത് അല്ലാഹുവിനോട് പറയും, റബ്ബേ
പടച്ചവന്റെ മുമ്പിൽ വിലപിക്കുന്ന ആളുകൾ ഉണ്ടാവും എന്ന് വിശുദ്ധ ഖുർആൻ. കുൻതും ഖൈറ ഉമ്മ കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും നല്ല സമുദായമാണ്. 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിമിനോടും ഖുർആൻ തന്നെ പറയാം. ചില കണ്ടീഷൻസ് പറഞ്ഞു, ആ കണ്ടീഷൻസ് നിങ്ങൾ മീറ്റ് ചെയ്യണം. കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും നല്ല ഉമ്മത്താണ്, സമുദായമാണ്. ഉഖ്രിജത് ലിന്നാസ്, പൊതുജനങ്ങൾക്ക്, സാധാരണക്കാർക്ക്, മറ്റു മതവിശ്വാസികൾക്ക് മുഴുവൻ മാതൃകയാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമുദായമാണ് നിങ്ങൾ. എപ്പോഴാണ് നല്ല സമുദായമാവെന്നറിയോ? തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ ചെയ്യണം എന്ന് നിങ്ങൾ കൽപ്പിക്കുന്നവരാണ്. വതൻഹൗന അനിൽ മുൻകർ, തിന്മകൾ ചെയ്യരുത് എന്ന് നിങ്ങൾ ജനങ്ങളോട് വിരോധിക്കുന്നവരാണ്. നിങ്ങളുടെ മക്കളോട്, വീട്ടുകാരോട്, അനിയനോട്, ജ്യേഷ്ഠനോട്, നാട്ടുകാരോട് തിന്മകൾ കാണുമ്പോൾ അത് ചെയ്യല്ലേ എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഖൈറു ഉമ്മ, ഏറ്റവും നല്ല ഉമ്മത്താണ്. വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരുമാണല്ലോ. അല്ലാഹുവിൽ വിശ്വസിക്കുകയും നന്മകളുടെ പ്രചാരണത്തിന്, തിന്മകളെ പിടിച്ചുകെട്ടാൻ മയക്കുമരുന്നോ ലഹരികളോ നമ്മുടെ ക്യാമ്പസുകളിലേക്ക് കയറി വരുമ്പോൾ അത് പോലീസുകാർ തടയട്ടെ, ഗവൺമെന്റ് ഇടപെടട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കാതെ തിന്മകൾ ഏത് ഭാഗത്ത് നിന്നാണ് വരുന്നത് എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം, ആ തിന്മകളെ തടഞ്ഞു നിർത്തേണ്ട ഉത്തരവാദിത്വം പൊതുജനങ്ങൾക്കുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. നമ്മളത് കണ്ടില്ല എന്ന് വിചാരിക്കരുത്, അത് നമ്മുടെ ബാധ്യതയല്ല എന്ന് പറയരുത്. ഒരു സമൂഹം നശിക്കുകയല്ലേ ചെയ്യുന്നത്, ഒരു തലമുറ ഇല്ലാതെയാവുകയല്ലേ. ഇപ്പോ മയക്കുമരുന്നിന്, ലഹരിക്ക് അടിമകളാകുന്ന സമൂഹം ഒരു 10 വർഷം കഴിഞ്ഞാൽ ആരോഗ്യം ക്ഷയിച്ച് മരണശൈലിയിൽ കിടക്കുന്ന മക്കളായിട്ടായിരിക്കും നമ്മൾക്ക് അവരെ കാണാൻ പറ്റുന്നത്. അങ്ങനത്തെ ഒരു ദുരന്തം ഈ ഉമ്മത്തിന്റെ ഭാവി തലമുറക്ക് വരാതിരിക്കാൻ, ഈ രാജ്യത്ത് വരാതിരിക്കാൻ, നമ്മുടെ നാടിൽ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഊർജ്ജസ്വലമാവണം. തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മകൾ നിങ്ങൾ ചെയ്യണമെന്ന് മാത്രമല്ല, നന്മകൾ ചെയ്യിപ്പിക്കണം. വതൻഹൗന അനിൽ മുൻകർ, തിന്മകൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകണം, തിന്മകളെ പിടിച്ചുകെട്ടാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. വതുഅ്മിനൂന ബില്ലാഹ്, എല്ലാറ്റിനും പ്രതിഫലം അല്ലാഹു നൽകുമെന്ന പ്രതീക്ഷയിൽ അല്ലാഹുവിൽ ഈമാനുള്ളവരായിട്ട് ഈ കാര്യം ചെയ്താൽ മതി. അവാർഡുകൾ വാങ്ങിക്കാനല്ല, ക്ലാപ്പുകളോ ഷെയറുകളോ ലൈക്കുകളോ വേണ്ടിയിട്ടല്ല, പിന്നെയോ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് നന്മകൾ പ്രോത്സാഹിപ്പിക്കുകയും തിന്മകളെ നിങ്ങൾ തടഞ്ഞു നിർത്തുകയും ചെയ്യണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം